ദിവ്യകുമാരനും കൃപാസന മാതാവുക്കും എൻ്റെ ആയിരം നന്ദികൾ. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള അവസരം കിട്ടിയതിന്. എൻ്റെ പേര് ജിൻസി ചാൾസ്. ഞാൻ ഹരിപ്പാട്ട് ഹോളി ഫാമിലി കാരിച്ച പാരിഷിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജാനുവരി 2021 എൻ്റെ ഇൻറ്റൻഷൻ എൻ്റെ വിവാഹമായിരുന്നു. 2019 എൻ്റെ വിവാഹം നിശ്ചയിച്ചതായിരുന്നു. പക്ഷേ ആ ഇയറിലായിരുന്നു കോവിഡ് വന്നത്. എൻ്റെ ഫിയോൻസേക്ക് നാട്ടിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. ഫ്ലൈറ്റൊക്കെ ഓഫായി കിടക്കുമായിരുന്നു. വിസ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ ഡേറ്റ് 2 പ്രാവശ്യം ഫിക്സ് ചെയ്തതായിരുന്നു. 2 പ്രാവശ്യം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഓഡിറ്റോറിയം വരെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ വല്ലാത്ത ഒരു ടെൻഷനും ഡിപ്രഷനിലുമായിരുന്നു ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടുത്തെ ഒരു ഓട്ടോണോമസ് കോളേജ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ. ആ സമയത്ത് എനിക്ക് വേറെ വഴികളൊന്നും കാണുന്നില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴായിരുന്നു എൻ്റെ മദർ ഇൻ ലോ പറഞ്ഞത് ഇങ്ങനെ ഒരു കൃപാസനമുണ്ട്. അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം ഞാൻ ആദ്യമേ ഉടമ്പടി എന്താണെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു, ഗൂഗിളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു അഡോറേഷൻ ഞാൻ കാണാനിടയായി. അച്ഛൻ്റെ അഡോറേഷൻ കേട്ട് ഞാൻ എന്നെ തന്നെ ഒഴുങ്ങിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തത്. ഉടമ്പടി 3-ാമത്തെ മാസം കഴിയുമ്പോൾ ആ 2021 ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ട്യൂസ്ഡേ അഡോറേഷൻ കേട്ടോണ്ടിരുന്നപ്പം അച്ഛൻ അന്ന് 2 ഡേറ്റ് പറഞ്ഞായിരുന്നു, 6-ാം തീയതിയും 7-ാം തീയതിയും. അപ്പം അച്ഛൻ എന്തുകൊണ്ട് ആ ഡേറ്റ് പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ ഡേറ്റ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ചിലപ്പം ഈ ഡേറ്റിലായിരിക്കും എൻ്റെ വിവാഹമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആൻഡ് 3-ാമത്തെ മാസം എൻ്റെ ഉടമ്പടി തീരുന്ന ദിവസം എൻ്റെ ഫിയോൻസെ വിളിച്ച് പറഞ്ഞു വിസ റെഡിയായി, ഞാൻ നാട്ടിലോട്ട് വരികയാണെന്നും. അങ്ങനെ ഓഗസ്റ്റ് 24-ാം തീയതി എൻ്റെ ഫിയോൻസെ വരികയും ഞങ്ങളുടെ വിവാഹം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കിയ ദിവസമായിരുന്നെന്നും. പക്ഷേ ഞങ്ങളുടെ ചാലഞ്ച് അവിടെയും തീർന്നില്ല. ഞാൻ ഉടമ്പടി ഓൺലൈൻ എടുത്തുകൊണ്ട് ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഞാൻ ഫിസിക്കലി ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഫിസിക്കലി ഉടമ്പടി എടുത്തത് കണ്ടിന്യൂ ചെയ്തു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് തിരിച്ചു പോകാനായിട്ട് വിസയുടെ ഡോക്യുമെൻറ്റ് മിസ്സിങ് വന്നു. എംബസിയിൽ കൊടുത്ത വിസ ഡോക്യുമെൻറ്റ്, അതിനകത്ത് എന്തോ ഒരു ഡോക്യുമെൻറ്റ് മിസ്സിങ് വന്നപ്പം അവർ വിസ സാങ്ഷനായി കൊടുത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബൈ പോസ്റ്റ് അയക്കുകയും ചെയ്തു. അപ്പം ഞാൻ അവിടെ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണെന്ന് പറയുമല്ലോ. അപ്പം മാതാവ് അവിടെ മാതാവിൻ്റെ മിറക്കൽ പ്രവർത്തിച്ചെന്ന് പറയാം. ഓഫീസിൽ മിസ്സിംഗ് ആയ ഡോക്യുമെൻറ്റ് കണ്ടെത്തി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് വിസ സാങ്ഷനായി കിട്ടി. പുള്ളിക്കാരൻ ഒക്ടോബറിൽ തിരിച്ചു പോവുകയും ചെയ്തു. ഞാൻ ബാംഗ്ലൂരിൽ അക്കാഡമിക്കൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കല്യാണത്തിന് ഞാൻ റിസൈൻ ചെയ്തു. ഇനി തിരിച്ചെനിക്ക് ഒരു ജോലി വേണം. അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. എവിടെ നിന്നും എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നില്ല. അപ്പം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 26 ഒക്ടോബർ. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാതാവേ, ഒരു കോൾ പോലും വരുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞായിരുന്നു, നീ വിഷമിക്കണ്ട, മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ആൻഡ് ലക്കലി എൻ്റെ ഇൻ്റർവ്യൂ കോൾ വാസ് ഓൺ മൈ ബർത്ത്ഡേ. 26 ഒക്ടോബറിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ കോൾ വന്നത്. 24-ാം തീയതി എനിക്ക് ഇൻവൈറ്റ് വന്നു. 25-ാം തീയതി ഞാൻ ബാംഗ്ലൂരിൽ പോയി. 26-ാം തീയതി എൻ്റെ ജോബ് കൺഫേം ആയി. അപ്പം പപ്പ എന്നോട് പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്, നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത് അതിൻ്റെ ജോലി. അങ്ങനെ ഞാൻ ജോലിക്ക് കയറുകയും ചെയ്തു. എനിക്ക് PhD ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അബ്രോഡിൽ. കല്യാണത്തിന് മുമ്പേ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. കല്യാണത്തിന് ശേഷവും ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു പഠിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി അബ്രോഡിൽ കിട്ടി. പക്ഷേ ഫൈനാൻഷ്യലി എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റേ മാത്രമേ എൻ്റെ കയ്യിലുള്ളായിരുന്നു, നിയർലി 6 to 7 lakhs. അപ്പോൾ ആ എമൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഇനി ക്രെഡിറ്റ് കാർഡ് എടുക്കണമെങ്കിൽ എനിക്ക് പല ബാങ്കിലും അപ്രോച്ച് ചെയ്യേണ്ടി വന്നു. എല്ലാ ബാങ്കുകാരും സർട്ടൻ പെർസെൻറ്റേജ് മാത്രമേ എനിക്ക് തരുത്തുള്ളായിരുന്നു. അപ്പം എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിസ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഞാൻ വിഷമിച്ച് എൻ്റെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സാലറി അക്കൗണ്ടിൻ്റെ ബാങ്കിൽ ഞാൻ അപ്രോച്ച് ചെയ്തില്ല. അപ്പോൾ അവരെന്നെ ഇങ്ങനെ യൂഷ്വലി നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ വിളിക്കുന്ന മാതിരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മാമിന് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ഞാൻ ആ സമയത്ത് കാശുരൂപം പിടിച്ചിട്ട് മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോ, അത്രയ്ക്കും വിഷമത്തിലാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ സമയത്തായിരുന്നു ആ കോൾ വന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മാം ഞങ്ങൾ ഇപ്പോൾ പുതിയൊരു സ്കീം ഇറക്കിയിട്ടുണ്ട്, 100% ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട്. ദാറ്റ് മീൻസ് മാം എത്രയാണോ ഇടുന്നത് അതിൻ്റെ 100% കിട്ടും. 1% പോലും നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ല. അതെനിക്കൊരു ലക്കി ചാൻസ് ആയിരുന്നു മാതാവ് തന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി. എൻ്റെ ഹസ്ബൻഡ് അവിടുന്ന് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി. ഇവിടുന്ന് എൻ്റെ ഫാദർ എൻ്റെ ബാക്കി കാര്യങ്ങൾ, സ്പോൺസർഷിപ്പും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി. അങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചപ്പം എനിക്ക് ഫീസ് അടയ്ക്കണം. കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ ഡിലേ ആയി. അങ്ങനെ ഞാൻ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഇവിടുന്ന് ഒരു വ്യക്തി അവിടെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ചെറിയായിട്ട് ക്രൈസിസ് ഉള്ളപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഒരു സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ പഠിക്കാൻ പറ്റും, പിന്നത്തെ കാര്യം മാതാവ് നോക്കിക്കോളുമല്ലോ. അങ്ങനെ ഞാൻ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയും ഞാൻ ഫീസ് അടച്ചു കഴിഞ്ഞു.
ഞങ്ങൾ മാനേജ് ചെയ്ത് ഫീസ് അടച്ചു. ഫീസ് അടച്ചതിൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് ഡിക്ലെയർഡ് ആയി. എനിക്ക് 100% സ്കോളർഷിപ്പോടെയാണ് എനിക്ക് പഠിക്കാനായിട്ട് അവസരം കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാൻ അടച്ച പൈസ എനിക്ക് റിഫണ്ടുമായി. അതൊരു വലിയൊരു മിറക്കലായിരുന്നു എൻ്റെ കൃപാസന മാതാവും എൻ്റെ ഗോഡ് ദ ഫാദർ മൈ ജീസസ് ഹാസ് ഡൺ ഫോർ മീ. എന്നിട്ട് ഞാൻ അവിടെ പോകാനായിട്ട് ഞാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളി പഠിച്ച ജോലിയായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പോകുന്നത് വാർസോ പോളണ്ടിലേക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി പോളണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് പഠിച്ച് അവിടെ ജോലി കിട്ടിയതായിരുന്നു. അപ്പോൾ പഠിച്ച ജോലിയല്ല കിട്ടിയത്. അപ്പം ഹി വാസ് ട്രൈയിങ് എ ലോട്ട്. അപ്പം ഞാൻ ഫ്ലൈറ്റ് കയറുന്ന ദിവസം ഹീസ് കോളിങ് മീ ആൻഡ് ടെല്ലിങ് എനിക്ക് എൻ്റെ പഠിച്ച ജോലി തന്നെ എനിക്ക് കിട്ടി. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പേ മാതാവ് അദ്ദേഹത്തിന് ജോലി ശരിയാക്കി ഞങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാനുള്ള വഴി തുറന്നു തന്നു. അങ്ങനെ ഞാൻ വാർസോയിലേക്ക് പോവുക ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി വേണം. കാരണം അവിടുത്തെ വെച്ചാൽ നമുക്ക് പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യാം. എനിക്ക് 5-6 വർഷത്തെ അക്കാഡമിക് എക്സ്പീരിയൻസാണ് ഉള്ളത്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരു അക്കാഡമിക്കായിട്ട് ഒരു പ്രൊഫസറായിട്ട് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ എനിക്കുള്ളത് കമ്പനീസിലാണ് മാത്രം. അപ്പോൾ എൻ്റെ ഏരിയ ഫൈനാൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ലക്കലി ഞാൻ മെയിൽ എത്തുന്നു. എനിക്ക് ജൂലൈ ലാസ്റ്റോടെ ഓഫർ ലെറ്റർ കിട്ടുന്നു. അതും മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും കൃപയുമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ട്വൈസ് എ മന്ത് ഞാൻ കൺഫ്യൂഷൻ എടുക്കുകയും പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും എല്ലാം ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയും ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത പോലെ തന്നെ അവിടെയും ആരാധന കൂടുകയും അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും സാക്ഷ്യങ്ങൾ പറയുകയും. കാരണം അവിടെ നമ്മൾ എപ്പോഴും ഒരു ഫെയ്ത്ത് ഡിലേ ആകുമ്പോൾ അല്ലെ നമുക്കൊരു ഫെയ്ത്തിൽ എന്തെങ്കിലും ഒരു ഷേക്ക് വരുമ്പോൾ ഞാൻ ഉടനെ ഞാൻ ടെസ്റ്റിമണി എടുത്ത് ഞാൻ യൂട്യൂബിൽ കേൾക്കും. അത് കേൾക്കുമ്പോൾ എൻ്റെ ബിലീഫ് എൻ്റെ ഫെയ്ത്ത് ഒന്നുകൂടെ കൂടുക ചെയ്തത്. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി. പക്ഷേ എൻ്റെ ജോലി ഫൈനാൻസിലല്ലായിരുന്നു, ഫിൻ ക്രൈമിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ജോലി അത്രയ്ക്കും സ്യൂട്ട് ആവുന്നില്ല. അവിടുത്തെ റൂൾ എന്ന് വെച്ചാൽ നമുക്ക് 1 വർഷം കഴിയാതെ നമുക്ക് ജോലി മാറാൻ പറ്റത്തില്ല ഇൻറ്റേർണലി. ഞാനൊരു UK ബേസ്ഡ് ബാങ്കിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു എൻ്റെ മാനേജർ ഒന്ന് അലൗവ് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് എനിക്ക് അപ്ലൈ ചെയ്യാൻ വേറെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പക്ഷേ ആ മാനേജറിന് മാതാവ് മനസ്സ് തോന്നിപ്പിച്ചിട്ട് പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ജിൻസി നീ അപ്ലൈ ചെയ്തോ. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്യുമ്പം ഞാൻ അവിടെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണ് 2023 ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഞാൻ 22 വാർസോയിൽ പോയത്. 23 ഞാൻ ഇവിടെ നാട്ടിൽ വന്നു ഈ മാർച്ച് മാസത്തിൽ. അന്ന് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടായി വാർസോയിൽ ഞാൻ ഇന്ത്യയിലോട്ട് വന്നത്. ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. മാതാവേ എൻ്റെ ഫൈനാൻസിൻ്റെ ഏരിയയിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണ് വന്നത്. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും അറിയില്ല. അമ്മ കാത്തുകൊള്ളണം. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്ത് ഫേസ് ചെയ്യണം അമ്മ എൻ്റെ കൂടെ എനിക്ക് ധൈര്യം തന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അന്ന് ഞാൻ വീട്ടിൽ പോവുകയും അന്ന് വൈകിട്ട് എനിക്കൊരു മെയിൽ വരികയാണ് ചെയ്തത്, ഒരു ഫീഡ്ബാക്ക് മെയിൽ. ഞങ്ങൾക്ക് ഉടനെ ജിൻസിയെ ഒരു സൂം മീറ്റിംഗ് ചെയ്യണം. അങ്ങനെ ഞാൻ സൂം കോളിൽ പോയപ്പം അവർ പോസിറ്റീവ് റിസൾട്ടാണ് എനിക്ക് തന്നത്. ജിൻസി സെലക്റ്റഡ് ആയി ഫൈനാൻഷ്യൽ കൺട്രോളറായിട്ടും. അതും B5 എന്ന് അവരെന്നെ B6 സീനിയർ ലെവലിലോട്ടാക്കി. അതും പ്രൊമോഷനോടെ. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് വേണ്ടി ചെയ്തത്. അതുകൂടാതെ തന്നെ എനിക്ക് എൻ്റെ ഏരിയയിൽ തന്നെ എനിക്കിപ്പം അപ്സ്കെയിൽ ചെയ്യാനായിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി എൻ്റെ മാതാവ് തന്നു. അപ്പോൾ ഞാൻ എന്നും ഓഫീസിൽ പോകുമ്പോൾ എന്നും എൻ്റെ കയ്യിൽ എവിടെ പോയാലും, ഇപ്പം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും കാശ് രൂപം കൊണ്ടാണ് പോകുന്നത്. ഞാൻ കിടക്കുന്നത് പോലും തലങ്ങണയുടെ അടിയിൽ കാശ് രൂപം വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകുമ്പം എൻ്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിച്ച് കാശ് രൂപം വെച്ചൊന്ന് ക്രോസ് വരച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ പോളിഷ് ആൾക്കാർ ബിലീവേഴ്സും ഉണ്ട്, ഏത്തിയസ്റ്റും ഉണ്ട്. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ പുള്ളി എന്നോട് ഒരു നിയോഗം പറഞ്ഞു, ജിൻസി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേന്ന്. ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ 1 മാസങ്ങൾക്ക് ശേഷം ഹി കെയിംസ് ബാക്ക് ആൻഡ് ഹീസ് ടെലിംഗ് മീ ജിൻസി പ്രാർത്ഥിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു. പുള്ളിക്ക് ഒരു അബ്രോഡ് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് പുള്ളി അപ്ലൈ ചെയ്തത്. അപ്പോൾ അത് ശരിയായി. അപ്പോൾ പുള്ളിക്ക് ഒരു വിശ്വാസം. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, ജിൻസി എനിക്കൊരു കൊന്ത മേടിച്ച് തരാമോ? അപ്പോൾ ഞാൻ അങ്ങനെ പുള്ളിക്ക് ഒരു കൊന്ത മേടിച്ച് കൊടുത്തു. പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അത് ഇനിയിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി പുള്ളി IT-യിലാണ്. അപ്പം കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നു, ഇൻ്റർവ്യൂസ് വരുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പേ ഞാൻ ഇച്ചായൻ്റെ കയ്യെ പിടിച്ച് കാശ് രൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ടേബിളിലും ലാപ്ടോപ്പിലും ഒക്കെ ഞാൻ കുരിശ് വരച്ചിട്ട് തൈലം തേക്കും. എന്നിട്ട് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ മുട്ടുമേ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇച്ചായനും നല്ലൊരു ജോലി കിട്ടി. IT-യിൽ തന്നെയാണ്. ആഗ്രഹിച്ച ജോലി ആണ് പുള്ളിക്ക് കിട്ടിയത്. അതിന് ഞാൻ 1000 നന്ദി ദിവ്യകുമാരനും എൻ്റെ കൃപാസന മാതാവിനും ഞാൻ നൽകുന്നു. കാരണം മാതാവില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ലായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എൻ്റെ വിസ റെഡിയായെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ വിസ സ്ലോട്ട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം അറിയാം, പോളണ്ടിലേക്ക് വിസ സ്ലോട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഓൺലൈൻ നോക്കിയപ്പോൾ 2 ദിവസത്തെ സ്ലോട്ടേ ഉള്ളായിരുന്നു. ആ ഓൺലൈൻ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഒത്തിരി ഡിപ്രസ് ആയിരുന്നു. ഞാൻ അന്ന് കാശ് രൂപം എടുത്തിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ കൊന്ത ചൊല്ലിയിട്ടാണ് ഞാൻ കിടക്കുന്ന മുമ്പേ ഞാൻ എൻ്റെ മാതാവിനോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, സഞ്ചാരി മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈശോ ജീവിക്കുന്ന ഈശോയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല എങ്ങനെ എനിക്ക് സ്ലോട്ട് കിട്ടാൻ പോകുന്നതെന്ന്. ബട്ട്
എനിക്ക് സ്ലോട്ട് കിട്ടും, മാതാവ് തന്നെ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പം എനിക്ക് സ്ലോട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു. സോ ദാറ്റ് വാസ് അനദർ മിറക്കിൾ. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത്, അവിടെ കുറേ ഹോംലെസ് ആൾക്കാരുണ്ട്, തണുപ്പത്തൊക്കെ സ്വെറ്ററും ജാക്കറ്റ്സും ഇല്ലാതെ നടക്കുന്ന കുറേ ഓൾഡ് ഏജ് ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ സഹായം ചെയ്യാറുണ്ട്, ഫുഡ് കൊടുത്തും ക്ലോതിങ് കൊടുത്തും. പിന്നെ അവിടെ കുറേ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, അവരെ പഠിത്തത്തിന് വേണ്ടിയിട്ട്, CV റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്കൊരു മോക്ക് ഇൻ്റർവ്യൂ മാതിരി ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ എനിക്കൊരാഗ്രഹം, ഇപ്പോൾ എനിക്കൊരു ജോലി വേണമെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കാറുള്ളത്, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതെനിക്കൊരു സന്തോഷം കിട്ടും. മറ്റുള്ളവർക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കമേ പ്രാർത്ഥിക്കാറുള്ളൂ. സോ ഞാൻ എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു, എനിക്ക് അമ്മയുടെ പ്രതീക്ഷണത്തിൻ്റെ സാക്ഷിയാകാൻ സാധിച്ചതിന്. പ്രാർത്ഥന അനുഭവം ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലുമായിരുന്നു. ഇപ്പം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അത് മുടങ്ങാതെ ഞാൻ ചൊല്ലാറുണ്ട്. പിന്നെ അത് കൂടാതെ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യം പറയാറും ഷെയർ ചെയ്യാറുമുണ്ട്. പിന്നെ അഡോറേഷനും ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും കേൾക്കാറുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ട്യൂസ്ഡേ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ ഞാനത് സാറ്റർഡേ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തിട്ട് അഡോറേഷൻ ഞാൻ എല്ലാ ആഴ്ചയിലും കാണാറുണ്ട്. ഞാൻ ദിവ്യകുമാരനും മാതാവിനും എൻ്റെ 1000 എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി.